23-ാം വർഷം ദുൽഹജ്ജ് 26 ലോകത്തെ നടുക്കിയ സംഭവം നടന്ന പ്രഭാതം. ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിലേക്ക് വന്നു. പരിസരമെല്ലാം ഇരുട്ടിൽ തന്നെ. പള്ളിയിൽ വിളക്കിന്റെ പ്രകാശം. സുബ്ഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസികൾ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്നത്. സമയമായി. ഇമാം മുമ്പോട്ട് വന്നു. സഫുകൾ നിരന്നു. ഒരു പകലിന്റെ തുടക്കം. അത് പ്രാർത്ഥനയിൽ തുടങ്ങുന്നു. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നിസ്കാരം തുടങ്ങി. അവിടെ ഒരു തൂണിന്റെ മറവിൽ ഒരു കൊടും ഭീകരൻ മറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. കയ്യിൽ മാരക ആയുധം. അവിടെ ഇരുട്ട് തളം കെട്ടി നിൽക്കുകയായിരുന്നു. അതിനാൽ അവൻ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇരുട്ടിന്റെ മറവിൽ നിന്ന് ഒറ്റ കുതിപ്പ്. ഇരുതല മൂർച്ചയുള്ള കടാരി ആഞ്ഞുവിശി. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കുത്തേറ്റു. 3 തവണ കുത്തി. മൂന്നാമത്തെ കുത്ത് പൊക്കിളിന് താഴെയായിരുന്നു. മാരകമായ വിഷം പുരട്ടിയ കടാരയാണ്. രക്തം ചീറ്റി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തളർന്നു വീണു. അനുയായികൾ ഒരു നിമിഷം പകച്ചു നിന്നു. ഘാതകന്റെ നേരെ കുതിച്ചു ചെന്നു. കടാര ആഞ്ഞു വീശുന്നു. 12 പേർക്ക് കുത്തേൽക്കുകയാണ്. 6 പേരുടെ മുറിവുകൾ മാരകമായിരുന്നു. 6 ആളുകൾ പിന്നീട് രക്തസാക്ഷികളായി എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഘാതകനെ അധീനപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. ഇതിനിടയിൽ അവൻ സ്വന്തം ശരീരത്തിൽ കടാര കുത്തിയിറക്കി ആത്മഹത്യ ചെയ്യുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമായി നിന്ന് നിസ്കാരം പൂർത്തിയാക്കാൻ ഖലീഫ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു. വേഗത്തിൽ നിസ്കരിച്ചു തീർത്തു. ഉമർ റളിയല്ലാഹു അൻഹു അബോധാവസ്ഥയിലായി. വെളിച്ചം പരക്കുകയാണ്. ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. ബോധം തെളിഞ്ഞു. ഉടനെ ചോദിച്ചു, എല്ലാവരും നിസ്കരിച്ചോ? അതെ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് മറുപടി നൽകിയത്. നിസ്കരിക്കാത്തവന് ഇസ്ലാമിൽ സ്ഥാനമില്ല. കുത്തേറ്റു വീണ ഖലീഫ ബോധനരഹിതനായി കുറെ സമയം കടന്നുപോയി. ചിലർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു, നിസ്കാരത്തിന്റെ കാര്യം ഖലീഫയെ ഓർമ്മപ്പെടുത്താം. ഒരാൾ ഖലീഫയെ വിളിച്ചു പറഞ്ഞു, നിസ്കാരം നിസ്കാരം. ഖലീഫ കണ്ണു തുറന്നു. ബോധം വന്നു. വുളു എടുത്ത് നിസ്കരിച്ചു. എന്റെ ഘാതകൻ ആരാണ്? ഖലീഫ ചോദിച്ചു. അബൂ ലുഅ്ലുഅ്. കേട്ടപ്പോൾ ആശ്വാസം തോന്നി. അള്ളാഹുവിനെ സ്തുതിച്ചു, അൽഹംദുലില്ലാ. എന്നിട്ട് ഖലീഫ പറഞ്ഞു, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു വിശ്വാസിയല്ലല്ലോ തന്നെ വധിച്ചത്, അൽഹംദുലില്ലാ. അപ്പോഴേക്കും വൈദ്യനെത്തി പരിശോധിച്ചു. അൻസ്വാരികളിൽപ്പെട്ട ഒരു വൈദ്യനും വന്നു. മൂന്നാമതൊരു വൈദ്യനും എത്തി. മരുന്നുകൾ ഫലിക്കാത്ത അവസ്ഥയാണ്. മരണം സുനിശ്ചിതമായി. ആളുകൾ വാവിട്ട് കരയാൻ തുടങ്ങി. സ്വയം നിയന്ത്രണമില്ലാത്ത അവസ്ഥ. കരയരുത്, അത് മയ്യത്തിന് ദോഷം ചെയ്യും. ഖലീഫ ഉപദേശിക്കുകയാണ്. മനസ്സ് വിങ്ങുമ്പോൾ കരയാതിരിക്കുന്നത് എങ്ങനെ? ഇപ്പോൾ ഉമറുൽ ഫാറൂഖിന്റെ മനസ്സിനെ അസ്വസ്ഥനാക്കുന്നത് എന്താണ്? ഭാവിയിലെ ഭരണാധികാരിയാര്? ഖലീഫയെ ആര് നിയമിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖലീഫയെ നിയമിക്കാതെ വഫാത്തായി. താൻ ആ മാതൃക സ്വീകരിക്കണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിൻഗാമിയെ നിയമിച്ചു. ആ മാർഗം പിൻപറ്റണോ? ഏതു വഴി സ്വീകരിക്കണം? നന്നായി ചിന്തിച്ചു. ഒരു മാർഗം കണ്ടെത്തി. മഹാന്മാരായ 6 സ്വഹാബികൾ അവരെ ഏൽപ്പിക്കാം. അവർ ഖലീഫയെ തിരഞ്ഞെടുക്കട്ടെ. താൻ അറിയുന്നവരിൽ ഏറ്റവും സമുന്നതരാണിവർ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, 6-മത്തെയാൾ തുൽഹത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഇവരെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളാണ് നേതാക്കൾ, പരിശുദ്ധരായ നായകന്മാർ. ജനങ്ങളിൽ ഏറ്റവും നന്മ നിറഞ്ഞവർ നിങ്ങളാണെന്ന് എന്റെ വിശ്വാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെ തൊട്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഒന്നിച്ചു നിൽക്കണം, ഭിന്നിക്കരുതേ. നിങ്ങളിൽ നിന്നൊരാളായിരിക്കണം ഭാവി ഖലീഫ. പറഞ്ഞു തീരും മുമ്പേ ബോധം നഷ്ടപ്പെട്ടു. അമീറുൽ മുഅ്മിനീൻ വഫാത്തായോ? ഇല്ല, അല്പം കഴിഞ്ഞ് ബോധം തിരിച്ചു കിട്ടി. ഇത്ര കൂടി പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾ കൂടിയാലോചന തുടങ്ങണം. കൂടിയാൽ 3 ദിവസം, അതോടെ തീരുമാനം പ്രഖ്യാപിക്കണം. 4-ാം ദിവസം പുതിയ ഖലീഫയെ പ്രഖ്യാപിക്കണം. ഖലീഫയില്ലാതെ 4-ാം ദിവസം വന്നണയരുത്. തന്റെ മക്കളോടുള്ള ഉപദേശം ഇതായിരുന്നു, ബൈത്തുൽ മാലിൽ നിന്നെടുത്ത സംഖ്യ തിരിച്ചടക്കണം. ഖബർ അധികം വലുപ്പമുള്ളതാവരുത്. കഫൻ തുണി ലളിതമായിരിക്കണം. മകന്റെ മടിയിൽ തലവെച്ചാണ് കിടക്കുന്നത്. എന്റെ തല മണ്ണിൽ വെക്കൂ, കവിൽ മണ്ണിൽ വെക്കൂ. മകൻ വൈമനസ്യം കാണിച്ചപ്പോൾ നിർബന്ധിക്കുകയാണ്. ശിരസ് നിലത്ത് വെച്ചപ്പോൾ ഖലീഫ പറഞ്ഞു, അള്ളാഹു എനിക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഞാൻ നശിച്ചത് തന്നെ.
കൂടിയാലോചനയ്ക്ക് നിയോഗിക്കപ്പെട്ടവരിൽപ്പെട്ട തുൽഹ റളിയല്ലാഹു അൻഹു യുദ്ധമുന്നണിയിലായിരുന്നു. 3 ദിവസം അദ്ദേഹത്തെ പ്രതീക്ഷിക്കാം. എത്തിയില്ലെങ്കിൽ ബാക്കിയുള്ളവർ തീരുമാനമെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും റൗള ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവരോടൊപ്പം കബറടക്കപ്പെടണമെന്നാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ വകയാണത്. അവർ സമ്മതം തന്നാൽ തന്റെ ആഗ്രഹം നടക്കും. പ്രിയപ്പെട്ട മകൻ അബ്ദുള്ളയെ അയച്ചു. അമീറുൽ മുഅ്മിനീൻ കുത്തേറ്റു വീണതറിഞ്ഞ് ദുഃഖം സഹിക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വന്ന് ഉപ്പായുടെ ആഗ്രഹം അറിയിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ മറുപടി നൽകി: ഞാൻ എനിക്കു വേണ്ടി കരുതി വെച്ച സ്ഥലമാണത്. ഞാൻ ഇന്ന് അമീറുൽ മുഅ്മിനീന്റെ ആഗ്രഹത്തിനാണ് കൂടുതൽ വില കൽപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജനാസ റൗള ഷരീഫിൽ തന്നെ ഖബറടക്കട്ടെ. മകൻ മടങ്ങിയെത്തി വിവരം പറഞ്ഞു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മകനോട് പറഞ്ഞിരുന്നു, എന്റെ മയ്യത്തുമായി പുറപ്പെട്ടാൽ വേഗം നടക്കണം. മയ്യത്ത് ഖബറടക്കും മുമ്പ് ആയിഷ ബീവിയോട് ഒരിക്കൽ കൂടി സമ്മതം ചോദിക്കണം. ഒരു സാധാരണക്കാരന്റെ മരണാനന്തര കർമ്മങ്ങൾ പോലെ ഖലീഫയുടെ ആവശ്യ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുകയാണ്. ജീവിതകാലം മുഴുവൻ മനസ്സ് നിറയെ തൗഹീദിന്റെ പ്രകാശവുമായി ജീവിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൂർണ്ണ തൗഹീദിലായി വഫാത്താവുകയാണ്. മദീന ശോകമൂകമായി, എവിടെയും ദുഃഖം മാത്രം, കരയുന്ന മുഖങ്ങൾ മാത്രം. അമീറുൽ മുഅ്മിനീൻ വഫാത്തായി എന്ന് വിശ്വസിക്കാനാവുന്നില്ല. ദുഃഖം മനസ്സുകളെ തളർത്തിക്കളഞ്ഞു. മരണാനന്തര കർമ്മങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി മയ്യത്ത് കട്ടിൽ പുറപ്പെട്ടു റൗള ഷരീഫിലേക്ക്. ജനക്കൂട്ടം റൗള ഷരീഫിന്റെ മുമ്പിലെത്തി. മയ്യത്ത് കട്ടിൽ താഴ്ത്തി വെച്ചു. ഒരിക്കൽ കൂടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോട് സമ്മതം ചോദിക്കുകയാണ്. മയ്യത്ത് നിസ്കാരം നടന്നു. കണ്ണീരിൽ കുതിർന്ന യാത്രയയപ്പ്. അന്ത്യയാത്ര. മയ്യത്ത് ഖബറിലേക്ക് താഴ്ന്നു. ഗാംഭീര്യമുള്ള ആ ശബ്ദം ഇനി ഇവിടെ മുഴങ്ങില്ല. അന്ത്യനിമിഷം വരെയും ഖലീഫ കർമ്മനിരതരായിരുന്നു. വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദിൽ ഇമാമായി സുബഹി നിസ്കരിക്കുമ്പോൾ ആക്രമിക്കപ്പെടുക, ഷഹീദാവുക. അങ്ങനെ ഖലീഫ ചരിത്രത്തിൽ അനശ്വരനായി മാറി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രധാന പ്രാർത്ഥന ഇതായിരുന്നു: എന്റെ റബ്ബേ, നിന്റെ മാർഗത്തിൽ ഷഹീദാവാൻ തൗഫീഖ് നൽകണമേ. എന്റെ മരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാട്ടിൽ വെച്ചാക്കണമേ. പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളണമെന്ന ആഗ്രഹം സഫലമായി. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലെത്തിയത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഷർട്ട് കീറിപ്പറിഞ്ഞിരുന്നു. നബി തങ്ങൾ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: നല്ല വസ്ത്രം ധരിക്കുക, നന്നായി ജീവിക്കുക, രക്തസാക്ഷിയായി തീരുക. ഈ ലോകത്തും പരലോകത്തും താങ്കൾ പ്രതാപനായി തീരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ദുൽഹജ്ജ് മാസത്തിലാണ് വഫാത്തായത്. ദുൽഹജ്ജിന്റെ മാസം അക്കൊല്ലവും ഹജ്ജിന് നേതൃത്വം വഹിക്കാൻ മക്കയ്ക്കെത്തി. ഇത് അവസാന ഹജ്ജാണോ? അങ്ങനെ ചിന്തിക്കാൻ കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് 63-ാം വയസ്സിലാണല്ലോ. ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായതും 63-ാം വയസ്സിലാണ്. താനിപ്പോൾ എത്രാം വയസ്സിലെത്തി നിൽക്കുന്നു? 63-ാം വയസ്സിൽ. തന്റെ മുൻഗാമികളോടൊപ്പം ചേരാൻ സമയമായിരിക്കുന്നു. ഈ ചിന്തയോടുകൂടിയാണ് മക്കയിലും മിനായിലും അറഫായിലും മുസ്ദലിഫയിലുമെല്ലാം പോയത്. ജംറത്തുൽ അഖബയിൽ കല്ലെറിയാൻ വന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന് തലയിൽ ചെറിയൊരു ഏറുകൊണ്ട് വേദനിക്കുകയുണ്ടായി. കഅബയോട് വിട പറയുമ്പോൾ വല്ലാത്ത വേദന തോന്നി. ഇനി ഇവിടെ വരാൻ കഴിയുമോ? ഈ പുണ്യഭവനം കാണാനാവുമോ? ഇത് മക്കയാണ്, തന്റെ ജന്മനാട്. ഇവിടെയാണ് ജനിച്ചു വളർന്നത്. തന്റെ ബാല്യകാല സ്മരണകൾ ഇവിടെയാണ് തങ്ങി നിൽക്കുന്നത്. ഓർമ്മകളുടെ ചുരുൾ നിവർന്നു വരുന്നു. തന്റെ വീട്, ബന്ധുക്കൾ, കൂട്ടുകാർ. ഈ പുണ്യഭവനത്തിന്റെ മുന്നിലാണ് ഖുറൈശി പ്രമുഖർ സമ്മേളിക്കാറുള്ളത്. അന്നത്തെ ഉക്കാള് ചന്ത, അവിടെ നടന്ന വിനോദങ്ങൾ, ഇസ്ലാം മതം സ്വീകരിച്ച വാർത്ത ഇവിടെയാണ് പുറത്തുവിട്ടത്. തുടർന്നുള്ള ക്രൂരമർദ്ദനങ്ങൾ, പിന്നെന്തെല്ലാം സംഭവങ്ങൾ. കാലം തന്നെ അമീറുൽ മുഅ്മിനീനാക്കി. പിന്നെ എത്രയോ തവണ പുണ്യമക്കയിലെത്തി. വിദാഇന്റെ തവാഫും കഴിഞ്ഞു ഓരോ പ്രദേശത്തുകാർ മടങ്ങുകയാണ്. തന്റെ ഗവർണർമാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരും പട്ടാള മേധാവികളുമെല്ലാം വന്നിരിക്കുന്നു. അവരെയെല്ലാം കണ്ടു വേണ്ട ഉപദേശങ്ങൾ നൽകി. ശാസിക്കേണ്ടവരെ ശാസിച്ചു. മദീനക്കാർ മടങ്ങുകയാണ്. സംസം വെള്ളം ശേഖരിച്ചിട്ടുണ്ട്. ഹജറുൽ അസ്വദ്, മഖാമു ഇബ്രാഹിം, ഹിജ്ർ ഇസ്മായിൽ, സംസം കിണർ, സഫ മർവ, എല്ലാറ്റിനോടും വിട ചൊല്ലി. ഒട്ടകപ്പുറത്ത് കയറി മടക്കയാത്ര. ഒട്ടകങ്ങൾ നീങ്ങി. മദീനയിലേക്കുള്ള വഴി നീണ്ടുകിടക്കുന്നു.
ഹാജിമാരുടെ ഒട്ടകങ്ങൾ നിരനിരയായി നീങ്ങുകയാണ്. മക്ക പട്ടണത്തിന്റെ അതിർത്തി വിടുകയാണ്. വിശാലമായ മരുഭൂമി. അല്പം ദൂരം യാത്ര ചെയ്ത ശേഷം മണൽ പരപ്പിലിറങ്ങി ഇരു കൈകളും മേൽപോട്ടുയർത്തി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു, എന്റെ റബ്ബേ, എനിക്ക് വാർദ്ധക്യം എത്തിയിരിക്കുന്നു, എന്റെ കായിക ശക്തി കുറഞ്ഞിരിക്കുന്നു, മുസ്ലിങ്ങൾ എണ്ണത്തിൽ വളരെ വർദ്ധിച്ചിരിക്കുന്നു, രാജ്യം വളരെ വിശാലമായിരിക്കുന്നു, എല്ലാം നിന്റെ അനുഗ്രഹം. എന്റെ നേരെ ആരോപണങ്ങളൊന്നുമില്ല, എന്നെ ആരും കഴിവുകെട്ടവനായി കാണുന്നില്ല. ഈ അവസ്ഥയിൽ നീ എന്നെ മരിപ്പിക്കണമേ, എന്നെ നീ രക്തസാക്ഷിയാക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന നാട്ടിൽ എനിക്ക് നീ മരണം നൽകണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കണ്ണുകൾ നിറഞ്ഞൊഴുകി, കൽബ് പിടഞ്ഞു. വീണ്ടും യാത്ര. ഈ വഴികൾ എത്ര സുപരിചിതമാണ്. മണൽപ്പരപ്പും മൊട്ടക്കുന്നുകളും എത്ര തവണ കയറിയിറങ്ങിയതാണ്. അങ്ങനെ പുണ്യ മദീനയിലെത്തി. അടുത്തൊരു ദിവസം ഖലീഫ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ അബൂ ലുഅ്ലു അടുത്തേക്ക് വന്നു. അയാളുടെ ശരിയായ പേര് ഫൈറൂസ് എന്നാണ്. പേർഷ്യക്കാരനാണ്. പേർഷ്യൻ ദേശീയത തലക്കു പിടിച്ച് നടക്കുന്നയാളാണ്. നവാഹന്ത് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ പോരാടിയിരുന്നു. മുസ്ലിങ്ങൾ യുദ്ധം ജയിക്കുകയും നിരവധി ഫാർസികളെ ബന്ദികളാക്കുകയും ചെയ്തു. അക്കൂട്ടത്തിൽ ഫൈറൂസും ഉണ്ടായിരുന്നു. യുദ്ധ തടവുകാർ അടിമകളായി പരിഗണിക്കപ്പെടും. അടിമകളെ വിതരണം ചെയ്യും. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിനാണ് ഫൈറൂസിനെ കിട്ടിയത്. അടിമയെ കൊണ്ട് ജോലി ചെയ്യിക്കാം, അല്ലെങ്കിൽ പുറത്ത് ജോലിക്ക് വിടാം. കിട്ടുന്ന കൂലിയിൽ ഒരു പങ്ക് ഉടമസ്ഥന് നൽകിയാൽ മതി. മുഗീറ റളിയല്ലാഹു അൻഹു വളരെ കരുണയോടെയാണ് ഫൈറൂസിനോട് പെരുമാറിയത്. നിസാരമായ പ്രതിഫലം നിശ്ചയിച്ചു. പുറത്ത് ജോലിക്ക് വിട്ടു. ദിവസം 2 ദിർഹം മുഗീറ റളിയല്ലാഹു അൻഹുവിന് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ഫൈറൂസിന് എടുക്കാം. അബൂ ലുഅ്ലു ഖലീഫയോട് പരാതി പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, മുഗീറയിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടണം, അതിനെന്നെ സഹായിക്കണം, ഞാൻ അയാൾക്ക് നല്ല സംഖ്യ നൽകണം. മുഗീറയ്ക്ക് നിങ്ങൾ എന്താണ് നൽകുന്നത്? ദിവസത്തിൽ 2 ദിർഹം കൊടുക്കണം. നിങ്ങൾ എന്ത് ജോലിക്ക് പോകും? ആശാരിപ്പണി, കൊല്ലപ്പണി, കൊത്തുപണി, ഇവയെല്ലാം നല്ല പ്രതിഫലം ലഭിക്കുന്ന തൊഴിലുകളാണ്. മുഗീറയ്ക്ക് നൽകുന്നത് വെറും 2 ദിർഹം. അത് വലിയ സംഖ്യയൊന്നുമല്ല. ഖലീഫയുടെ മറുപടി അടിമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് നടന്നുപോയി. അവൻ എന്നെ ഭീഷണിപ്പെടുത്തിയല്ലോ, ഖലീഫ പറഞ്ഞു. മദീനയിൽ താമസിക്കുന്ന മറ്റൊരു പേർഷ്യക്കാരന് ഹുർമുസാൻ രാജകുടുംബാംഗമാണ്. പേർഷ്യ കീഴടങ്ങിയതോടെ എല്ലാം നഷ്ടപ്പെട്ട് മദീനയിലെത്തി. ജുഫൈന, മറ്റൊരു പേർഷ്യക്കാരൻ, ക്രിസ്ത്യാനിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു കാരണം തങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്ന 3 പേർ പ്രതികാരദാഹവുമായി നടക്കുകയാണ്. ഖലീഫയുടെ അനുകമ്പ കൊണ്ടാണ് അവർ മദീനയിൽ ജീവിക്കുന്നത്. 3 പേരും സ്വകാര്യം പറയും, രഹസ്യ തീരുമാനങ്ങളും എടുക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്താൻ ഉപയോഗിച്ച കടാരി കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. തലേന്നാൾ ഈ കടാര താൻ കണ്ടിരുന്നു. ഹുർമുസാനും ജുഫൈനയും താമസിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് കണ്ടത്. അതേ കടാരയാണിത്, ഇരുതല മൂർച്ചയുള്ള കടാര. കുത്തേൽക്കുന്നതിന്റെ തലേ ദിവസം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരു കാഴ്ച കണ്ടു. അബൂ ലുഅ്ലുയും ഹുർമുസാനും ജുഫൈനും സ്വകാര്യ സംഭാഷണത്തിലാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അവർ അസ്വസ്ഥരായി. സ്ഥലം വിടാൻ തുടങ്ങിയപ്പോൾ കടാര താഴെ വീണു. ഇരുതല മൂർച്ചയുള്ള കടാര. ആ കടാരയാണ് ഖലീഫയുടെ ശരീരത്തിൽ പ്രയോഗിച്ചത്. ഈ സംഭവങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു ഗൂഢാലോചനയിലേക്കാണ്. മുഗീറ റളിയല്ലാഹു അൻഹു കൂലി കൂടുതൽ വാങ്ങുന്നു എന്നത് ഒരു നിമിത്തം മാത്രമായിരുന്നു. പുണ്യ റൗള ഷരീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം 2 ഖലീഫമാരും അന്ത്യവിശ്രമം കൊള്ളുകയാണ്. സിയാറത്തിനെത്തുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയുന്നു. 1-ാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പിന്നീട് സലാം പറയുന്നു. പിന്നീട് സലാം പറയുന്നത് അമീറുൽ മുഅ്മിനീൻ, 2-ാം ഖലീഫയായ ഇസ്ലാമിന്റെ 2ാമത്തെ അധിപനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ്. സന്ദർശകരുടെ പ്രവാഹവും സലാം പറച്ചിലും തുടർന്നുകൊണ്ടേയിരിക്കും അന്ത്യനാൾ വരെ ഇൻഷാ അല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത ഏതാനും ചില വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.